എൻ്റെ പേര് അഖില. ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. 15/5/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ അറിയുന്നത് നമ്മുടെ ധ്യാനത്തിലൂടെയും സാക്ഷ്യങ്ങളിലൂടെയായിരുന്നു. അതുവഴിയാണ് ഞാനിവിടെ വന്നത്. അതിനുശേഷം എനിക്ക് കുറേ നാളായിട്ടുള്ള 15-16 വർഷത്തോളമായിട്ടുള്ള എനിക്ക് അലർജി ഉണ്ടായിരുന്നു. കുറേ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. ഹോമിയോ ആയിട്ടും ഇംഗ്ലീഷായിട്ടും ഒരുപാട് മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഞാൻ അത് നിർത്തി. കാരണം അത് ഭയങ്കര സിവിയർ ആയിരുന്നു, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് ഞാൻ തേക്കുമായിരുന്നു. തൈലം ഞാൻ മൂക്കിലും എൻ്റെ ചങ്കത്തുമായിട്ട് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അലർജി അസുഖം പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു. അതുപോലെ ഇതെൻ്റെ മകനാണ് എഡ്വിൻ. ഇവൻ UKG പഠിക്കുന്നു. ഇവന് 3 വർഷമായിട്ട് ഇവന് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. വയനാടുകളിൽ ഉള്ള ഹോസ്പിറ്റൽ മുഴുവൻ ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കോഴിക്കോടും കൊണ്ടുപോയി കാണിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞു ഇവന് അലർജിയാണെന്ന് പറഞ്ഞു. അതായത് ശ്വാസം മുട്ടൽ, പെട്ടെന്ന് ചുമ വരികയും പിന്നെ ശ്വാസം മുട്ടൽ വരികയും പിന്നെ ഇവന് വേഗം ഓക്സിജൻ ലെവൽ കുറയുകയും ചെയ്യും. അങ്ങനെ എല്ലാ മാസവും ഒരു 2 വർഷത്തോളം ഇവന് ഹോസ്പിറ്റലിൽ മാസം കടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു മാസം തന്നെ 2 പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ കടക്കേണ്ടി വന്നിട്ടുണ്ട് ഇവനെയും കൊണ്ട്. അതിനുശേഷം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പും കൊടുക്കുമായിരുന്നു. തേനും സ്ഥിരമായി കൊടുത്തതിന് ശേഷം ഇവന് പൂർണ്ണമായിട്ട് ഇപ്പം മാറി. അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു ഇവന് 16 വയസ്സാവാതെ ഇവൻ്റെ അലർജി ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പത്രവിതരണത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മോനെ മാറ്റിയത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉപ്പുറ്റി വേദനയും അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ട് ഭയങ്കര വേദനയായിരുന്നു. പച്ചവെള്ളം എനിക്ക് ഒട്ടും തൊടാൻ പറ്റില്ലായിരുന്നു. ചെരുപ്പിടാതെ എനിക്കൊരു 2-3 മിനിറ്റ് പോലും നടക്കാൻ പറ്റാത്ത വിധമായിരുന്നു എൻ്റെ അസുഖം. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം പൂർണ്ണമായിട്ട് മാറി. അത് മാറിയെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞങ്ങൾ വയനാടാണ് കോളയാടെന്ന് പറഞ്ഞ സ്നേഹഭവനിൽ പോയി. അവിടെ പോയി ഞങ്ങൾ അന്തേവാസികളെ തുണി അലക്കാറുണ്ട്. തുണി അലക്കുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു തോട്ടിൽ നിന്നിട്ടാണ് തുണി അലക്കുകയും മുരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് മനസ്സിലായത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളം തട്ടിയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും നാൾ തന്ന ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞായറാഴ്ചകൾ മാത്രമേ കുർബാനയ്ക്ക് പോവുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കുവാനും കുർബാനകളിൽ പങ്കെടുക്കുവാനും വിശുദ്ധ ബൈബിൾ വായിക്കുന്നതിനായിട്ടും കൊന്തകൾ ചെല്ലാനായിട്ടും ഒക്കെ പരിശുദ്ധ അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പത്രവിതരണ പ്രവർത്തനമാണെങ്കിലും കടകളിലായാലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളുടെ അടുത്തൊക്കെ ആയാലും ഞാൻ ഏത് സമയമൊന്നുമില്ല, ചിലപ്പോൾ നട്ടുച്ചയ്ക്കായിരിക്കും പോകുന്നത്, ഏത് സമയത്തായാലും ഞാൻ പത്രവിതരണം നല്ലതുപോലെ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ കാരണം ഇവിടെ വന്ന അക്രൈസ്തവരായാലും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ടായി. സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഉപ്പ് വിതറി 4 വർഷമായിട്ടുള്ള സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് ഫോറസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ആർക്കും അത് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് കിട്ടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ മോന് ചെറുതായിട്ട് കണ്ണിങ്ങനെ ചിമ്മുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുപോലെ ചിലൊരു വിക്കൽ പോലെ ഉണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മ ഉടമ്പടി തൈലം വഴി പൂർണ്ണമായിട്ട് മാറ്റി തന്ന എല്ലാ നന്മകളെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവെ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അവിടുത്തേക്ക് അധികാരമുണ്ട്. മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതോ അവിടെ നിന്ന് കയറ്റുന്നതോ അവിടുന്നാണ്. വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പല രോഗ അവസ്ഥകൾ, 16 വർഷമായിട്ടുള്ള അലർജി, 15 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന ഉപ്പൂറ്റി വേദന, 3 വർഷമായിട്ട് മകൻ്റെ അലർജി രോഗം, സംസാരത്തിനും ഒക്കെ അവനുണ്ടായിരുന്ന വിക്ക്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തനിക്ക് എങ്ങനെ ഉടമ്പടി എടുത്തത് മൂലം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയാം എന്നുള്ള ആ ഒരു വാക്ക് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകൾ
അത് പിന്നീട് വന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറയുവാനും നമ്മുടെ കുടുംബത്തെ ഒന്നുകൂടി ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ദൈവസന്നിധിയിൽ നാം നമ്മെ ഓർക്കുന്നതിനിടവരുത്തുകയാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുവാനും അവിടെ നിന്ന് കയറ്റുവാനും ശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. എല്ലാവരുടെയും മുൻപിൽ നാം സാക്ഷ്യം വഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷ്യം പറയുന്നതിന് മടി വിചാരിക്കരുതെന്ന് പറയുക. നമുക്ക് കിട്ടുന്ന കൃപകളാണ്. അത് നാം ലോകത്തെ അറിയിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം എങ്ങനെയാണ്, താൻ എന്ന വ്യക്തി എങ്ങനെയാണ് കുടുംബത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ഈ മകൾ എങ്ങനെ മാറി, തൻ്റെ വ്യക്തി ജീവിതം എങ്ങനെ മാറി, ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.